കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നല്ല തിരക്കിലായിരുന്നു. കാരണം എന്താന്ന് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ 3 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. 3-ാമത്തെ ദിവസമാണ് എതിരേൽപ്പും താലപ്പൊലിയും ഒക്കെ ആയിട്ട് ഭയങ്കര ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഉള്ളത്. ബാക്കി 2 ദിവസങ്ങളിലും ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അന്നദാനം മസ്റ്റാണ് കേട്ടോ. 3-ാമത്തെ ദിവസം എല്ലാവരും അണിഞ്ഞൊരുങ്ങി സുന്ദരിമണികളായിട്ടാണ് വരിക താലപ്പൊലിയൊക്കെ എടുക്കാനായിട്ട്. ഉത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞാനത് ഓർത്തത് കേട്ടോ. നാളത്തെ കഴിഞ്ഞ് ഞാൻ എന്തിടുന്ന് അപ്പോൾ പിന്നെ ഡ്രസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ ചേട്ടനെയും കൂട്ടിയിട്ട് നേരെ പരാഗിലേക്ക് പോയിട്ട് 1 മീറ്റർ മെറ്റീരിയൽ അങ്ങോട്ട് വാങ്ങിച്ചു ബ്ലൗസ് സെറ്റാക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ആ മുഹൂർത്ത സമയം വരെ മിഷയത്തിൽ ഇരിക്കാണ്ട് നേരെ ചിറ്റയുടെ കൊണ്ടുപോയി കൊടുത്തു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അണ്ട് സ്ലീവിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോർഷൻ മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അല്ലൂസിന് പനി വിത്ത് ഛർദി കേട്ടോ. അതും കൂടി ആയപ്പോൾ പിന്നെ അങ്ങോട്ട് പൂർത്തിയായേ. ഇതിപ്പോൾ ഉത്സവത്തിൻ്റെ 2-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ രാവിലെ പോയി മെറ്റീരിയൽ എടുത്ത് വർക്കൊക്കെ ചെയ്യണത്. വൈകുന്നേരം ആകുമ്പോഴത്തെ കളിച്ചിട്ട് ബ്ലൗസ് സെറ്റാക്കിയിട്ടുണ്ടാകും. പിന്നെ ഞാൻ സെറ്റ് സാരി അങ്ങോട്ട് മാറ്റിയിട്ട് സ്കേർട്ട് ധാവണി പോലെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധാവണിയുടെ തുണി ഇനി എങ്ങനെ സെറ്റാകും? അത് പിറ്റേ ദിവസം രാവിലെ പോയിട്ട് വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ട് വൈകിട്ടിടാം എന്നുള്ള രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് സ്ഥിരം പരിപാടിയാണ്. ഏത് ആ മുട്ടുമ്മ പറമ്പ് അന്വേഷിക്കുന്ന പരിപാടിയില്ലേ? എൻ്റെ വീട്ടുകാർ മൊത്തം എന്നെ നല്ല ആട്ടലാണ്. ഈ ഒരു അവസാന നിമിഷം നീ കിടന്ന് ഓടണ പരിപാടി നിർത്താറായില്ലേ എന്ന് ചോദിച്ചിട്ട്. ഇതിപ്പോൾ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാളും രാത്രി 11 മണിയായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് തൊഴുതിട്ട് അന്നദാനവും കഴിച്ച് പിള്ളേരുടെ പ്രോഗ്രാം സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ പോയിട്ട് സ്കേർട്ടും ധാവണിയുടെ ഷോളും സെറ്റാക്കാനുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഫൈനൽ ലുക്ക് കാണാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.